അപ്പോൾ നമ്മുടെ യാത്രയുടെ 9ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നലെ അതായത് 8ാമത്തെ ദിവസം നമ്മൾ താമസിച്ചത് ഖജുരാഹോയിലാണ്. ഈ ഹോട്ടൽ ഖജുരാഹോ ഇൻ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. നല്ല ഹോട്ടലാണ്, വലിയ ഹോട്ടലാണ്. അതാണ് ആ ഹോട്ടൽ. അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടുത്തെ ഖജുരാഹോ ക്ഷേത്രത്തിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ 3 ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഉണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് ബാക്കിയുള്ളത്. ഖജുരാഹോയിൽ നമ്മൾ പെട്രോൾ അടിക്കുകയാണ്, ഫുൾ ടാങ്ക് അടിക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉണ്ട് വാരണാസിക്ക്. 108 രൂപയാണ് കേട്ടോ, 108 രൂപ ഇവിടുത്തെ പെട്രോളിൻ്റെ വില. അപ്പോൾ നമ്മുടെ 9ാമത്തെ ദിവസത്തെ യാത്ര തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ ഖജുരാഹോയിലാണുള്ളത്. ഈ കാണുന്ന ലേക്ക് ഇത് നിനോറ ലേക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ കുറേ ലേക്സ് ഉണ്ട്. നമ്മൾ ഇന്നലെ കണ്ട ഒരു താമരക്കുളം അത് ശിവസാഗർ ലേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നിനോറ ലേക്കാണ്. ഇന്ന് രാവിലെ നമ്മൾ ഈസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ 3 ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ആണുള്ളത്. വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഉണ്ട്, ഈസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഉണ്ട്, സദേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ബൃഹത്തായത് വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ആണ്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ബ്രഹ്മ ടെമ്പിളാണ്. ഇത് ഈസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൽ പെട്ടതാണ്. ഇതൊക്കെ ചെറുതാണ്. ഇത് ജാവരി ടെമ്പിൾ, ഈസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിലെ ഒരു ടെമ്പിളാണ്. ഉഗ്രനാണ് കേട്ടോ. ഏകദേശം ഒരു 10 അടിയോളം ഉള്ള ഒരു ബേസ്മെൻറ്റിലാണ് ഇത് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അടിപൊളിയാണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. അധികം ഡാമേജ് ഒന്നും വന്നിട്ടില്ല. ഉയരം താരതമ്യേന കുറവാണ്, പക്ഷെ എന്നാൽ ഇത് മാത്രം എടുത്താലും സംഭവം സൂപ്പറാണ്. 1335 ആഫ്രിക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത ഇവിടെ സന്ദർശിച്ചിരുന്നു. ഈ ക്ഷേത്രങ്ങളെപ്പറ്റി അദ്ദേഹം തൻ്റെ സഞ്ചാരക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഒരു വലിയൊരു ലേക്ക് ഉണ്ടായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. JAWARI ജാവരി ടെമ്പിൾ 11ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് കേട്ടോ. ഇത് വിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അധികം കേടുപാടുകൾ, നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പൂർണ്ണതയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള പൂർണ്ണമായ ക്ഷേത്രങ്ങളിൽ, കാരണം ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം പൂർണ്ണമല്ല, പൂർണ്ണതയുള്ള ക്ഷേത്രങ്ങളിൽ ചെറുതാണിത്. പക്ഷേ നല്ല ക്യൂട്ടാണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഏറ്റവും വലിയ ഒരു പ്രത്യേകത അധികം ഡാമേജുകൾ സംഭവിച്ചില്ല, കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭാഗമാണ് മുകളിൽ കാണുന്ന കൊത്തുപണികൾ കണ്ടോ. ഇത് മുൻവശമാണ്. മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പക്ഷേ പ്രതിഷ്ഠയുടെ തല പോയിട്ടുണ്ട്. ഇത് ഈസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിലെ 3ാമത്തെ ടെമ്പിളാണ്. ഇത് വാമന ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വിഷ്ണുവിൻ്റെ അവതാരമായ മത്സ്യ, കൂർമ്മ, വരാഹ, വാമന 4ാമത്തെ അവതാരമായ വാമനൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൽ ആകെ 11 ടെമ്പിൾസും ഈസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൽ 6 ടെമ്പിൾസും അതുപോലെ സദേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൽ 4 ക്ഷേത്രങ്ങളാണ് ഉള്ളത് ഇവിടെ. ഇത് അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണ്, വാമന ക്ഷേത്രമാണ്. ഇത് വാമന ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗമാണ്. ഇതാണ് വാമനൻ്റെ പ്രതിഷ്ഠ. പ്രതിഷ്ഠയുടെ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ സൂക്ഷ്മമായ കൊത്തുപണികളുണ്ട്.
ഈസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഈ കാണുന്നത് ശാന്തിനാഥ ക്ഷേത്രം. ഇതേതാണ്? ആദിനാഥ ക്ഷേത്രം. ഇതെല്ലാം ജെയിൻ ടെമ്പിൾസാണ് ഈ മൂന്നും. പിന്നെ ഈ കാണുന്നത് പാർശ്വനാഥ ക്ഷേത്രം. പാർശ്വനാഥ ക്ഷേത്രമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലുത്. ഇത് 950, 970 കാലഘട്ടത്തിൽ നിർമ്മിച്ച ക്ഷേത്രമാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഹിന്ദു, ജൈനർ ഒക്കെ വളരെ സാഹോദര്യത്തോടെ ജീവിച്ചിരുന്നു എന്നാണ് ഇതിൻ്റെയൊക്കെ തെളിവ്. താഴേക്ക് പടവുകൾ ഇറങ്ങി ചെന്നാലേ ഒരു കുളമോ കിണറോ എന്തോ ആണ് കേട്ടോ. വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം. പക്ഷേ ഈ ഗേറ്റ് വെച്ച് അടച്ചു വച്ചിരിക്കുകയാണ്. പിന്നെ ഇതിങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പണ്ട് 84 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ 24 ക്ഷേത്രങ്ങളേ ഉള്ളൂ. 20 സ്ക്വയർ കിലോമീറ്ററിൽ പടർന്നു കിടന്ന ക്ഷേത്രം ഇപ്പോൾ 6 സ്ക്വയർ കിലോമീറ്ററിലായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടിയ ബാക്കിയുള്ള സംഗതികളൊക്കെ എടുത്ത് ഇവിടെ വച്ചിരിക്കുകയാണ്. ക്ഷേത്രം കറുത്ത മാർബിളാണ്, ബ്ലാക്ക് മാർബിളിലാണ് ഇതിൻ്റെ പ്രതിമയുള്ളത്. ഇതൊരു ജൈന ക്ഷേത്രമാണ്. 950, 970 കാലഘട്ടത്തിൽ നിർമ്മിച്ചത്. നിറയെ ഈച്ചകളുണ്ട് കേട്ടോ. ഓഫ് ടെമ്പിൾസിലെ ഏറ്റവും വലുതാണ്. ഇത് പാർശ്വനാഥ ടെമ്പിളാണ്. 950, 970 കാലഘട്ടത്തിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്ര സമുച്ചയങ്ങളെല്ലാം ഒരു കോമ്പൗണ്ടിന് ഉള്ളിൽ തന്നെയാണുള്ളത്. ഇത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട്, ചെറുതായിട്ട്. ഇവിടെ മൊത്തം കാടാണ് കേട്ടോ, ഫുള്ള് കാടാണ്. അതാ നോക്കി, കാട് ഉണങ്ങിക്കിടക്കുകയാണ്. പക്ഷെ എന്നാലും വലിയൊരു കാടാണ്. നമ്മളിപ്പോൾ ഖജുരാഹോയിൽ നിന്ന് പുറപ്പെട്ട് പോകുന്നത് സത്ന എന്ന സ്ഥലത്തേക്കാണ്. സത്ന, അതുപോലെ റേവ. അപ്പോൾ സത്നയും റേവയും കടന്നാണ് നമ്മൾ പ്രയാഗ്രാജിലേക്ക് പോകുന്നത്. അതാണ് നമ്മുടെ റൂട്ട്. അപ്പം നമ്മുടെ 9ാമത്തെ ദിവസമാണ്. ഖജുരാഹോയിൽ നമ്മൾ രാവിലെ പുറപ്പെട്ടു. ഒരു 10 മണിക്കാണ് പുറപ്പെട്ടത്. അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ നമ്മൾ വാരണാസിക്ക് പോവുകയാണ്. അലഹബാദ്, അതായത് പ്രയാഗ്രാജിലേക്കുള്ള പ്ലാൻ നമ്മൾ മാറ്റി. കാരണം അവിടെ കൂടെ പോയിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ഇരുട്ട്, 12 മണിയോളം ആവും വാരണാസിയിലെത്തുമ്പോൾ. അതുകൊണ്ട് പ്രയാഗ്രാജ് പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളിപ്പോൾ വാരണാസിക്ക് പോവുകയാണ്. ഖജുരാഹോ ടു വാരണാസി 400 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മൾ ഓൺ ദ വേയിൽ റേവ എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ സത്ന വഴിയൊക്കെയാണ് നമ്മൾ വന്നത്. റേവയിലെത്തിയപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി നമുക്കൊരു 180 കിലോമീറ്റർ കൂടെ ഓടാനുണ്ട്. അപ്പം അങ്ങനെയാണ് ഒരു 8 മണിക്ക് നമ്മൾ വാരണാസിയിലെത്തും. അപ്പം നമ്മളെ ഈ യാത്രയുടെ, ഉത്തരാഖണ്ഡ് യാത്രയിലെ 6ാമത്തെ സ്റ്റേറ്റിലേക്ക് കയറുകയാണ്. ഉത്തർപ്രദേശിലേക്ക് കയറുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഹനുമാന എന്നാണ്. ഹനുമാന, അതാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബോർഡർ. ഹനുമാനയാണ്. ഒരു മലയുടെ മുകളിൽ കൂടെയുള്ള റോഡാണ് പോകുന്നത് കേട്ടോ. അടിപൊളിയാണ്. ലെഫ്റ്റ് സൈഡ് നോക്കിയേ, സൂപ്പർ. ലെഫ്റ്റ് സൈഡ് നോക്ക്, അടിപൊളി. നല്ല രസമുണ്ട് കേട്ടാ. ഇത് മരുഭൂമി കൂടെ പോകുന്ന പോലെയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കൊള്ളാം കേട്ടോ. കുറച്ച് നേരം ഇറങ്ങി നോക്കാം. ഓക്കെ, നല്ല രസമുണ്ട് ഇവിടെ നിന്ന്. വാരാണസി എത്താൻ 140 കിലോമീറ്റർ ഉണ്ട് ഇനി. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനൊരു സ്ഥലം കണ്ടു. അവിടെ ഇറങ്ങി നോക്കാം. നമ്മളിപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മുടെ നാഷണൽ ഹൈവേ പോകുന്നത് കേട്ടോ. നാഷണൽ ഹൈവേ 135 ആണ്. അവിടെ നിന്ന് താഴേക്ക് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. താഴെയെല്ലാം കൃഷിയിടങ്ങളാണ്. പക്ഷേ കൃഷിയൊന്നും ഇപ്പോൾ ഇല്ല. പാടങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി കിടക്കുകയാണ്. യെസ്, അപ്പുറത്തും ഒരു ചെറിയ മലയാണ്. നമ്മൾ ആ മലയുടെ മുകളിൽ കൂടെയുള്ള റോഡാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്, ഒരു യു ഷേപ്പിൽ.
ദുർജാൻപൂർ അല്ലേ. അപ്പോൾ നമ്മളൊരു മല ചുര ഇറങ്ങുകയാണ് കേട്ടോ. ഒരു നന്നായിട്ടുണ്ട്. ഇപ്പോൾ റോഡ് വീതി കൂട്ടിയിട്ടുണ്ട്. അടുത്തിടെ വീതി കൂട്ടിയ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. 4 വരി പാതയാണ് ഇത്. വാരണാസിയിലേക്കുള്ള റോഡാണ്. നല്ല ഭംഗിയുണ്ട്. ദുർജാൻപൂർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഫസ്റ്റ് ഗിയറിലേക്ക് പോകാൻ പറ്റും. നല്ലൊരു ഹമ്പുണ്ട്. കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാർ സൈഡ് നോക്കി നിറയെ കുരങ്ങേഴ്സ് ഉണ്ട്. കട്ട് റോഡാണ്. കട്ടെന്ന് വെച്ചാൽ മല. UP ടൂറിസം വെൽക്കംസ് യു. ഓക്കെ, ഇത് നമുക്കൊരു 100 കിലോമീറ്ററിനകത്തേ ഉള്ളൂ വാരണാസി. ഉഗ്ര റോഡാണ്, ഒരു അടിപൊളി റോഡാണ്. 6 വരി പാതയാണ്. നമ്മളങ്ങനെ വാരണാസി എത്താറായി. ഇനിയൊരു 50 കിലോമീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ വാരണാസി ഉത്തർപ്രദേശിലാണ്. നമ്മുടെ ഇന്ത്യയിലെ 4ാമത്തെ വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 1ാമത്തത് രാജസ്ഥാൻ, 2 മധ്യപ്രദേശ്, 3 മഹാരാഷ്ട്ര, 4 ഉത്തർപ്രദേശ്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ അതായത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് സ്റ്റേറ്റ് ഉത്തർപ്രദേശാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉത്തർപ്രദേശിൽ വരുന്നത്. ട്രെയിനിലോ കാറിലോ ഒന്നും ഞാൻ ഉത്തർപ്രദേശ് വന്നിട്ടേ ഇല്ല. ആദ്യ ഉത്തർപ്രദേശ് എക്സ്പീരിയൻസ് ആണിത്. അപ്പം നമ്മൾ ഏഷ്യൻ ഹൈവേ 1 പോയിക്കൊണ്ടിരിക്കുകയാണ്. AH1. ഇത് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഒരു ഹൈവേ ആണ്. 20,559 കിലോമീറ്റർ നീളമാണ്. ജപ്പാനിലെ ടോക്കിയോയിൽ നിന്ന് തുടങ്ങി കൊറിയ, ചൈന, ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, അങ്ങനെ ഇവിടെ കൂടെയൊക്കെ സഞ്ചരിച്ച് തുർക്കിയിൽ അവസാനിക്കുന്ന റോഡാണ് ഏഷ്യൻ ഹൈവേ 1. 20,559 കിലോമീറ്റർ. കഴിഞ്ഞ തവണ നോർത്ത് ഈസ്റ്റ് യാത്രയ്ക്ക് നമ്മൾ വന്നപ്പോഴും ഇതുപോലെ ഈ ഏഷ്യൻ ഹൈവേയിലൂടെ നമ്മൾ സഞ്ചരിച്ചിരുന്നു. അത് ഈ ഭാഗത്തല്ല, അതിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് നമ്മൾ ഏഷ്യൻ ഹൈവേ 1 സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാരണാസിയിലെത്തി. ഇന്നിപ്പോൾ നമ്മൾ താമസിക്കാൻ പോകുന്നത് നമ്മളൊരു ആർമിയുടെ ഗസ്റ്റ് ഹൗസിലാണ്. നമ്മുടെ ഒരു സുഹൃത്ത് വഴി അറേഞ്ച് ചെയ്താണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. പട്ടാളക്കാരാണ്. നമുക്ക് എവിടെയും പട്ടാളക്കാരുണ്ട് കേട്ടോ. വാരണാസിയിലെത്തി. വാരണാസിയിലെ ആർമി ഓഫീസറുടെ അതിഥികളായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. നമുക്ക് എവിടെയും പട്ടാളക്കാരുണ്ട്. പട്ടാളം നമ്മുടെ ബലമാണ്. ഇത് വാരണാസിയിലെ കന്റോൺമെൻ്റ് ആണ്. ഇന്ന് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗസ്റ്റാണ്.